നമസ്കാരം. VMTV ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുട്ടി ഷോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കുട്ടി ഷോ പ്രേക്ഷകർക്കറിയാം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോയാണ്. അതായത് കുട്ടികളുടെ സർഗ്ഗവാസനകൾ എന്തോ ആയിക്കോട്ടെ, കഴിവുകൾ എന്തോ ആയിക്കോട്ടെ, മറ്റുള്ളവരിൽ നിന്നും ഏത് രീതിയിലാണ് കുട്ടികൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കുട്ടി ഷോ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ, കുട്ടി ഷോയുടെ ഈ ഒരു അധ്യായത്തിൽ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട കനിക്കുട്ടിയാണ്. കനിക്കുട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് കൂടുതൽ ഒരു എന്താ പറയുക കംഫർട്ട് തോന്നുന്നു. കാരണം നല്ല എന്താ പറയുക സുന്ദരിയായിട്ട് നല്ലൊരു മഞ്ഞക്കിളിയെ പോലെ വന്നിരിക്കുന്ന കനിക്കുട്ടി. കനിക്കുട്ടിയുടെ യഥാർത്ഥ പേര് ആത്മിക ഘോഷ് എന്നാണ്. കനിക്കുട്ടി ഹായ്, സുഖാണോ? ഓ, എന്ത് കഴിച്ചു ഇന്ന്? എന്താ കഴിച്ചേ? പാപ്പം കഴിച്ചാ? എത്ര പാപ്പം കഴിച്ചു? 3 പാപ്പം കഴിച്ചാ? ഇവിടെ 3 പാപ്പം കഴിച്ചിട്ട് ആൾ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ആൾക്ക് 2 വയസ്സല്ലേ? 2 വയസ്സ്. ഈ സെപ്റ്റംബർ വന്നു കഴിഞ്ഞാൽ 3 വയസ്സാണ്. കുറച്ചുകൂടെ സംസാരിച്ചു കേട്ടോ. 3 വയസ്സാണ്. അപ്പോൾ ആള് ഒരു ചില്ലറക്കാരി അല്ല കേട്ടോ. ആളിപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ഇതിൽ 2ലും ആളുടെ എന്താ പറയുക, ആളുടെ പേര്, ആ നാമധേയം പതിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പം ഇത്രയും പ്രൊഡക്റ്റുകൾ കാണാം, ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാം. ആൾക്ക് ചിന്തിക്കണം, വെറും 2 വയസ്സാണ്. ആദ്യം നമുക്ക് കനിക്കുട്ടിയോട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നെടുമങ്ങാടാണ് സ്ഥലം. നെടുമങ്ങാട് പ്രോപ്പർ നെടുമങ്ങാട് തന്നെയാണോ? പഴകുറ്റിയിലാണ്. ശരി. ഈ 3 വയസ്സ് അല്ലെങ്കിൽ ഈ 2 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു അതായത് ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറയുന്നത്, ഈ ചെറു പ്രായത്തിൽ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ, അത് എന്തും ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആനിമൽസിനെ കുറിച്ചായിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തിനെക്കുറിച്ചും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോസ് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആൾ കൃത്യമായിട്ട് അതിൻ്റെ പേര് പറയും. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് ആൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആളുടെ ഒരു കഴിവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരുപാട് പ്രേക്ഷകർ, ഒരുപാട് വ്യക്തികൾ ആളുടെ ഈ ഒരു കഴിവിനെ പ്രശംസിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു കഴിവ് കനിക്കുട്ടിക്ക് ഇതുപോലുള്ളൊരു കഴിവുണ്ട് എന്നുള്ളത് എങ്ങനെയായോ ഒരു മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അത് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പാട്ട് പാടുമായിരുന്നു. അങ്ങനെ പാട്ട് പാടുമ്പോൾ ഇവള് പാട്ട് തിരിച്ച് പാടുമായിരുന്നു. മോർണിംഗ് ഞാൻ രാത്രി ഉറക്കുമ്പോൾ ഈ പാട്ട് പാടുമായിരുന്നു. അങ്ങനെ റിപ്പീറ്റ് ആയപ്പോൾ ഏത് പാട്ട് പഠിപ്പിച്ചാലും പിറ്റെന്ന്, പക്ഷെ പഠിപ്പിക്കുന്നതല്ല, ഉറക്കുന്നതാണ്. പക്ഷെ അവൾ അത് കേട്ട് അത് പാടുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ പാടുന്ന എല്ലാ പാട്ടും അങ്ങനെയാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ABCD ഒന്ന് ട്രൈ ചെയ്താണ്. കാർഡ്സ് വാങ്ങിച്ച് ABCD പറഞ്ഞു കൊടുത്തു. അങ്ങനെ ABCD 1 2 3 അങ്ങനെയാണ്. പിന്നെ തുടർച്ചയായിട്ട് ഓരോ ആനിമൽസ് അങ്ങനെ പറഞ്ഞു. റോണി. വീട്ടിലാരൊക്കെയുള്ളത്? ഞാനും കുഞ്ഞും ഹസ്ബൻഡും, പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അനിയനും. ശരി. ആദ്യം ഇങ്ങനെ ഈ താരാട്ട് പാട്ടുകളൊക്കെ പാടിക്കൊടുത്തു, പിന്നീട് ആ താരാട്ട് പാട്ടുകൾ തിരിച്ച് പാടാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും. അത് എത്രാമത്തെ വയസ്സ് മുതൽ അങ്ങനെ ഒരു? അത് 6 മാസമൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്. അപ്പൊ ആ കുഞ്ഞ് പാടുമായിരുന്നു. ഓഹോ. അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അങ്ങ് പാടിക്കോളൂ. അതെ. കനിക്കുട്ടി പാട്ട് പാടുവോ? ഏത് പാട്ട് പാടും? കേൾക്കട്ടെ, ഒരു പാട്ട് കേൾക്കട്ടെ. പാടി കേൾക്കട്ടെ, ഒരു പാട്ട് പാടി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ ഇരിക്കുന്നതല്ലേ, ഈ ഇങ്ങനെ ഒരു സ്റ്റുഡിയോയുടെ ഉള്ളിൽ ആദ്യമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ജോണി പാടി. അടിപൊളി, സൂപ്പർ. അമ്മ നന്നായിട്ട് പാട്ട് പാടുന്നു. അമ്മ ഈ ഡ്രസ്സൊക്കെ ആരാ വാങ്ങിച്ചെന്നേ? ഡ്രസ്സ് ആര് വാങ്ങിച്ചെന്നു? അമ്മയാണോ? അമ്മയാ വാങ്ങിച്ചെന്നേ? സത്യം പറ, അമ്മയാണോ വാങ്ങിച്ചെന്നേ? ഓ, അജയ് ഘോഷും അമ്മയും കൂടി ചേർന്നിട്ടാ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചെന്നേ. ഇങ്ങനെ സുന്ദരക്കുട്ടി ആക്കിയത് അമ്മയാണോ? ഇതൊക്കെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിത്തന്നതൊക്കെ അമ്മയാണോ? അതിൽ അജയ് ഘോഷില്ല. ശരി. മിടിക്കുകയാണോ നമ്മള്?
വെരി ഗുഡ് ഓക്കെ. അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 ഇതിൽ അപ്ലൈ ചെയ്തു, അതിലൊരു അതിപ്പോ അപ്ലൈ ചെയ്താണ്. അപ്പോൾ ഓൺസൈഡ് ഇപ്പൊ ഓൺ ഡേ വന്നോണ്ടേക്ക് വരുമെന്ന് പറഞ്ഞു. ശരി. അപ്പൊ ഞാൻ ഗിന്നസിൽ കൊടുക്കുന്ന എങ്ങനെ അപ്ലൈ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. 2 മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടി അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ടാലന്റ് ഉണ്ട്, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ മെനിഞ്ഞാന്നായപ്പം ഈ സംഭവം കിട്ടി. അപ്പോൾ ഇതിന് ഒരു വീഡിയോ അയച്ചു കൊടുത്തത്, ബാലൻസ് വീഡിയോ അയച്ചു കൊടുക്കാൻ. ശരി ഓക്കെ. ഇപ്പോൾ ഏതാണ്ട് എത്ര പ്രൊഡക്റ്റുകൾ ശരിക്കും ആൾക്ക് പറയാൻ പറ്റും? ഏതാണ്ട് എത്ര? ഇതിന് കൂടുതൽ പറയാൻ പറ്റും. ഞാൻ വീഡിയോ എടുത്തതിൽ കൂടുതൽ പറയാൻ പറ്റും. എല്ലാ ഐറ്റംസും അറിയാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വസ്തുവിന്റെ പേര് പറഞ്ഞു കൊടുത്തെങ്കിൽ 1 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി. 1-2 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ സെറ്റായി. വെരി ഗുഡ്. അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം പാട്ട് ഇത്രയും ലോങ് പാട്ട് പാടുന്നു. എന്റെ കലാഭമണിയുടെ പാട്ടൊക്കെ ഞാൻ പാടുന്നു. അപ്പൊ ആ പാട്ട് പുള്ളിക്കാരി പാടും. മണിച്ചേട്ടന്റെ പാട്ടറിയാവോ? കലാഭമണിന്റെ പാട്ടറിയാവോ? ഏത് പാട്ടറിയാം കലാഭമണിന്റെ പാട്ട്? പാടി കേട്ടെ. സൂപ്പർ കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്ക് പ്രഷർക്ക് മനസ്സിലായല്ലോ, ഏതാണ്ട് 2 വയസ്സേ ഉള്ളൂ ആൾക്ക്. ശരിക്കും ഈ കനി എന്നുള്ള പേര്, അങ്ങനെ ഒരു പേര് വീട്ടിൽ നിന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ ആ പേര് ആരാ ഇട്ടത്? അത് എന്റെ അനിയനാണ് ഇട്ടത്. അപ്പം അവള് സെപ്റ്റംബറിലാണ് ജനിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പേരിട്ടു അല്ലേ? നല്ല പേരാട്ടോ, കനി എന്നുള്ള നല്ല പേര്. ഒരു സിനിമയില് ചാർലി ഫാമിലി ഇങ്ങനെ ഒരു പേരില്ല. ശരി. എല്ലാരും പ്രോപ്പർ, എല്ലാരും നെടുമങ്ങാടുള്ള ആൾക്കാർ തന്നെയാണ്. നെടുമങ്ങാടാണ്. അപ്പോ മേഡം എന്താ ജോലി? ശരി. അപ്പോ കനിക്കുട്ടി, നമുക്ക് ഇവിടെ ഇപ്പോ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ കാണുന്നില്ലേ? വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചെയ്യാറില്ലേ? ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് കാണിച്ചു തന്നാൽ അത് ഏതൊക്കെയാണെന്നൊക്കെ പറയാറില്ലേ? കൈമോൾ ഇങ്ങ് വാ, പറയട്ടെ, അങ്കിൾ പറയട്ടെ, വാ ഇങ്ങ് വാ. നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണല്ലോ. ആരാ അടുത്ത ഫ്രണ്ട്? ആരാ? കനിയാണോ അടുത്തിന്റെ ഫ്രണ്ട്? സിനിമയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ടാ? അപ്പൊ നമുക്കേ ഇതൊക്കെ നമുക്കൊന്ന് പറഞ്ഞുതരാവോ? എല്ലാം പറഞ്ഞു തരുമോ? ആദ്യം എവിടെ തുടങ്ങണം? എങ്ങനെ തുടങ്ങാം? ചോദിച്ചാൽ പോകാം. കേറണ്ട, അവിടെ ഭയങ്കര ഹൈറ്റാ. കേറണ്ട. എടുത്ത് കൊടുക്കണം കേട്ടോ. മാമ പറഞ്ഞത് എടുത്തു തരാവോ? ഓക്കെ. ഇതിലേ മൊബൈൽ ഫോൺ ഏതാ? ഫോൺ ഏതാണ്? എടുത്തു. ആഹാ, അടിപൊളിയാണല്ലോ. ഇതാണ് മൊബൈൽ ഫോൺ അല്ലേ? ഇതാരെ പഠിപ്പിച്ചെന്നേ? കനിയാണ് കനിയെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇതാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഇതിലേ കൂടെ അംബ്രല്ല ഏതാ? അംബ്രല്ല എവിടെയുള്ളത്? നോക്കി, ഇതിൽ അംബ്രല്ല ഏതാ? കുട ഏതാണ്? കുട നോക്ക്. ഇതിലേതാ അംബ്രല്ല? അംബ്രല്ല ഏതാണ്? നോക്കി. അംബ്രല്ല കണ്ടില്ലേ? ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയേ. അംബ്രല്ല എവിടെയാ? എവിടെയോ അംബ്രല്ല വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ. ഇതിലേതാ? കുട എവിടെ? അമ്മയുടെ കുട എവിടെയാ? തന്നെ. ഇത് അങ്ങളെ കൊണ്ടുപോട്ടെ, വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ. അമ്മക്ക് തിരിച്ചു കൊടുക്കണ്ടല്ലോ? തിരിച്ചു കൊടുക്കണം? കൊടുക്കണം. ഓക്കെ, അത് ഇവിടെ വെക്കാം. വാ, പറയട്ടെ. ഇത് പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് വാ, നിൽക്ക്, ഇങ്ങോട്ട് നോക്ക്. ഫോട്ടോ എടുക്കട്ടോ? നമുക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ? ചിരിച്ചേ. ആഹാ, അടിപൊളി, സൂപ്പർ. ഇതിലേ മെഡിസിൻ ഏതാ? സിറപ്പ് ഏതാണ്? സിറപ്പ്. മരുന്ന് എവിടെ? ഈ പനിയൊക്കെ ഒരു നോക്കട്ടെ, അത് ഏത് മരുന്നാ? ഇതെന്തിന്റെ മരുന്നാ ഇത്? പനിക്ക് കുടിക്കുന്നതാണോ? ചുമക്ക് കുടിക്കുന്നതാണോ? ഇത് കുടിക്കാറുണ്ടോ കനിക്കുട്ടി? ഇത് കുടിക്കാറുണ്ടാ?
ഓ ഇതാരാ തരാറ്? ഇങ്ങനെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ, ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് ആരാ തരാറ്? അത് അറിഞ്ഞൂടാ. അയ്യോ, കുറച്ച് വികൃതി ഉണ്ടോ അവൾക്ക് വീട്ടിൽ നിന്ന്? ഇല്ല, വളരെ സൈലന്റ് ആണല്ലേ. അടിപൊളി. നമുക്കേ ഇത് കണ്ടോ, ഇതില് ഓക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ദൂരം പോയി കഴിഞ്ഞാൽ ആരും കാണില്ല കേട്ടോ. ഇതാ ഒരു കനിമോളുടെ ആരെ ഫോട്ടോ എടുക്കാൻ നോക്കിയതാ? ഞങ്ങളുണ്ടോ അവിടുന്ന് ഫോട്ടോ എടുക്കുന്നത്? നോക്കിയതാ. എത്ര ആൾക്കാരെ കാണുന്നറിയാം നമ്മുടെ ചാനലിലൂടെ. എങ്ങനെയുണ്ട്? രസമുണ്ടോ നമ്മുടെ സ്റ്റുഡിയോ? കൊള്ളാവോ? അടിപൊളി. ഓ ഇതിലെ ഈ ഫ്രൂട്ട്സിലെ ഓരോന്ന് അങ്കിൾ ചോദിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞുതരാവോ? ഉറപ്പാണേ? പറഞ്ഞു തരണേ. ശരി ശരി ശരി. അപ്പോൾ അത് ഇതായിട്ട് ഉപയോഗിക്കണം ഏതെങ്കിലും എവിടെ നിന്ന് ചോദിച്ചാലും കുഴപ്പമില്ല, കാണിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഫോട്ടോസ് ഉണ്ട്, സോറി ഫ്രൂട്ട്സിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 19 ഉണ്ട്, 30 ഉണ്ട് അല്ലേ? ശരി ശരി. അത്രേ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല അല്ലേ? അത്രേ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഇത് ഇവിടെ അല്ല, ശരിയല്ലേ? ശരി. നമുക്കേ ഇതെന്താ? ആഹാ, ഇത് ബ്ലൂബെറി ആണോ? ഉറപ്പാണോ? ഓ ബ്ലൂബെറി, അടിപൊളിയാണല്ലോ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുക അല്ലേ? ഇത് പല്ലെവിടെ പോയടാ? ഈ പല്ലെവിടെ പോയി? മിഠായി തിന്നു അല്ലേ? നന്നായിട്ട് നന്നായിട്ട് മിഠായി തിന്നു. ഓക്കെ ഓക്കെ. ഇതെന്താ? വെരി ഗുഡ്, അവക്കാഡോ. റൈറ്റ് ആൻസർ. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി കേട്ടോ. അല്ലേ? ഒന്ന് കൈയടിച്ചേ. ആരും കൈയടിക്കാനില്ല, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഈ നാട്ടിലെന്തെങ്കിലും അങ്ങനെ ഈ ഇപ്പം ചാനലല്ലാതെ നാട്ടിലെന്തെങ്കിലും ഇതുപോലുള്ള ഫംഗ്ഷനിലോ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവള് ഇതിന് ശേഷം അങ്ങനെ ഒരു ഷോ ഇല്ല, പോയിട്ടില്ല. ആരും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കനിമോക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത് ആരും അറിയില്ല. അത് മീൻസ് അത് ആരും അറിയണ്ട എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് ഇതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടാൻ അറിയില്ല. FB ഇൻസ്റ്റ ഉണ്ടെങ്കിലും അതിനുള്ള ഫോളോവർ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ വാട്സപ്പിൽ മാത്രം യൂസ് ചെയ്യുന്നു, അവരിടുന്നു. പക്ഷെ ഇപ്പൊ അടുത്ത് ഈ ഒരു സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കുറെ പേര് കണ്ടിട്ടുണ്ടല്ലോ ആളുടെ ഈ ഒരു ഈ ഷോയിൽ തന്നെ കണ്ടതല്ലേ? ഈ ഷോയിൽ തന്നെ കണ്ടത്. ശംഖുമുഖത്ത് പോയപ്പോ അന്ന് അവതാരികരുന്ന ചേച്ചി ചോദിച്ചു, ജില്ല ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി ജില്ല പറഞ്ഞു. അന്നാണ് മറ്റേ പെരിയോരെ പാട്ടും പാടിയത്. അതിനുശേഷം ആ ഒരു ഷോയിൽ തന്നെ പോയത്. സെക്കൻഡ് വന്നല്ലേ? വെരി ഗുഡ്. ഓക്കെ. ഇതെന്താ? എന്ത്? മുന്തിരി. മുന്തിരി മുന്തിരി. ഇതെന്താ? വെരി ഗുഡ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇത് നോക്കണ്ട കേട്ടോ, ഞാൻ പറയാണ്, ഞാൻ ഷഫിൾ ചെയ്തിട്ടേ. ഏത് ചോദിച്ചാലും പറയാൻ പറ്റുമോ? ഉറപ്പാണോ? ഉറപ്പാണോ? ഇത്തിരി വലിയതാണെന്ന് പറയുമല്ലോ അല്ലേ? ഉറപ്പാണേ? പറയണേ. ഡൺ ഡൺ. ഇതെന്താ? മാംഗോ. ഇഷ്ടമാണോ മാംഗോ? ഓ എത്ര എണ്ണം കഴിക്കും മാംഗോ? മാംഗോ ജ്യൂസൊക്കെ കഴിക്കാറുണ്ടോ? വീട്ടിൽ നിന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കി തരാറുണ്ടോ? ആരുണ്ടാക്കി തരും? ഉണ്ടാക്കി തരും. ഇതെന്താ? ഗുവ. വെരി ഗുഡ്. പിന്നെ ഇതിലേ ഏതാ തോക്ക്? ഏതാണ് ഇതില് തോക്കെടുത്ത് തന്നെ? ഇറങ്ങിക്കോ. തോക്കെടുത്ത് തന്നെ. ഇതാണ് തോക്ക്. അങ്കിളിന് വെടി വെച്ചേ. വെടിവെക്ക്. ഇതൊക്കെ ആരാ പറഞ്ഞെന്നേ? ഇത് തോക്കാണെന്നും ഇതൊക്കെ ആരാ പറഞ്ഞെന്ന്? ഇതൊക്കെ ഞാനൊക്കെ എന്തോരം ആഗ്രഹിച്ചാന്നറിയോ ഒന്ന് കാണാതെ പഠിക്കാൻ. ഇത് പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അടിപൊളി കേട്ടോ. ശരി. മോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ? കാറിൽ യാത്ര ചെയ്യാറുണ്ടോ? ഇവിടെ കുറെ ദൂരത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എവിടെ പോകണം ആഗ്രഹം? വീട്ടിൽ പോകണം പോലെ. വീട്ടിൽ പോകാനായിട്ട് ശംഖുമുഖത്ത് പോണോ? ഇപ്പൊ പോണോ ശംഖുമുഖത്ത്? ഓ ശംഖുമുഖത്ത് പോവാം. ഓക്കെ. ഇതിൽ നിന്നൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഇത് പറയോ കനിമോള്? ഉറപ്പാണേ? ഓക്കെ ഓക്കെ. ഇതെന്താ? ലയൺ. വെരി ഗുഡ് വെരി ഗുഡ്. ഇതെന്താ? M for monkey. A for ആപ്പിൾ. ആപ്പിൾ കഴിച്ചിട്ടുണ്ടോ? കഴിക്കാറുണ്ടോ? ഓക്കെ.
Z for Zebra. Zebra. Okay. C for Carrot. cat. വീട്ടിലുണ്ടോ cat ഉണ്ടോ? Oh, കാറ്റിന്റെ പേരെന്താ? കാറ്റിന്റെ പേരെന്താ? കാക്കപ്പൂച്ച. കാട്ടുപൂച്ച. കാർത്തുപൂച്ച. ഓ കാർത്തുപൂച്ച. കാറ്റിന്റെ പേര് കൊടുത്തിരിക്കുന്നത് കാർത്തുപൂച്ച. കാർത്തു എന്നാണോ പേര്? ഈ T for Tiger. ടൈഗർ. വെരി ഗുഡ്. ആ സൗണ്ട് ആക്കിയേ. ആ G for Goat. ഗോഡ്. ഓക്കെ ഓക്കെ. അപ്പോൾ മനസ്സിലാക്കണം, ഒരു 2 വയസ്സുള്ളൊരു കുട്ടിയാണ്. അതായത് ഇതിപ്പോൾ നമുക്കൊരു നിശ്ചിത സാധനങ്ങൾ മാത്രമേ ഇവിടെ വെക്കാൻ പറ്റൂ. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ കനിമോക്ക് ഒരു പ്രൊഡക്റ്റ് ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട്. മിമിക്രി ഇഷ്ടമാണോ? ശബ്ദമൊക്കെ എങ്ങനെ ഇരിക്കുമോ? പൂച്ച എങ്ങനെ കരയും? ഡോഗ് എങ്ങനെ കുരക്കും? ശരി ശരി. ഇതിൽ കത്രിക ഏതാ? സീസർ സീസർ കത്രിക ഏതാ? Dada. ദാണ്ട ഇതാണോ കത്രിക? Oh, ഇതാണോ കത്രിക? oh. ആര് പറഞ്ഞു ഇത് കത്രികയാണെന്ന്? Kanapari. കനി പറഞ്ഞില്ലേ, പിന്നെ ആരാ പറയണ്ടേ? കനിമോള് പറഞ്ഞില്ലേ? കനിയല്ലേ പറഞ്ഞിരിക്കുന്നത് കത്രികയാണെന്ന് അല്ലേ? തെറ്റാണെന്ന് പറഞ്ഞാൽ എന്നെ അടിക്കും അല്ലേ? എങ്ങനെ അടിക്കും? എങ്ങനെ അടിക്കും? എങ്ങനെ അടിക്കും? അടിക്കാന്ന് വെച്ചാ അയ്യോ അയ്യോ. ഇതെന്താ? Maipili. മയിൽപ്പീലി. അടിപൊളി. ഇതൊക്കെ ശരിക്കും നിങ്ങൾ തന്നെ ഓരോ പ്രൊഡക്റ്റ് എടുത്തെടുത്ത് ഇങ്ങനെ കാണിച്ച് പഠിപ്പിച്ചാണ് ഓരോ പ്രൊഡക്റ്റ്? ഇല്ല കൊറേയൊക്കെ അല്ലാതെ അവൾ എടുത്തോണ്ട് നടക്കുമ്പം ഇതെന്താ ചോദിക്കുമ്പോ ഞാൻ ഇന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അതെ, ഇങ്ങനെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടി മോൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഓരോ പ്രൊഡക്റ്റ് എന്താന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ. ഈ കൊച്ചു TV അങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു അഡിക്റ്റഡ് ആണ് എപ്പോഴും മൊബൈൽ ഫോൺ എന്നുള്ള രീതി. കൊടുക്കില്ല പുള്ളിക്കരിയെ ഞാൻ ഫോൺ അഡിക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി പെൻ ഡ്രൈവിൽ TV കണക്ട് ചെയ്തിട്ട് അതിലാണ് വിഷ്വല് ഇവർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിൽ വയ്ക്കാം. അപ്പം ഇവൾ കളിക്കുകയും ചെയ്യും, ഇത് കേട്ട് പഠിക്കുകയും ചെയ്യും. ഓഹോ, ഓരോ പ്രൊഡക്റ്റിന്റെ യൂട്യൂബിൽ നിന്ന് ഞാൻ ഇതിന്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്യും, എന്നിട്ട് TVയിൽ കണക്ട് ചെയ്യും. അപ്പൊ രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഒരു സമയം ഇട്ട് കൊടുക്കും. അപ്പൊ ഞങ്ങൾ രാവിലെ അടുക്കളയിലാണെങ്കിലും പുള്ളിക്കരി കളിക്കുകയും ചെയ്യും, ഇത് അവൾ കേൾക്കുകയും ചെയ്യും, കളിക്കുകയും ചെയ്യും. അപ്പൊ ഏറെക്കുറെ ABC ഞാൻ പറഞ്ഞതാ ഡാൻസ്, അല്ലാതെ കുറെയൊക്കെ പാട്ടും മറ്റേ സൺഡേ മൺഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം TVയിൽ വിഷ്വലാണ്. അപ്പൊ പുള്ളിക്കരി അതിന് പറയല്ലേ, പ്ലാൻസ് പറയുമ്പോ പ്ലാൻസ് മിക്കുറി അതെ. വീട്ടില് പിന്നെ പൂച്ചയില്ലേ? പൂച്ചയുടെ പേരെന്തായിരുന്നു പറഞ്ഞേ? കാർത്തുപൂച്ചയില്ലേ? കാർത്തുപൂച്ചയോട് നിങ്ങൾ അന്വേഷണം പറയോ? ആര് ചോദിച്ചു പറയും? പറയണം. ഒരു ദിവസം ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാർത്തുപൂച്ചനെയും കൊണ്ടുവരണം കേട്ടോ. ഉറപ്പായിട്ട് വരില്ലോ. ഓക്കെ. ഇതെന്താ? കൗ ഉണ്ടോ വീട്ടില്? കൗ വീട്ടിലുണ്ടോ? കൗവിനെ കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? ജിറാഫ്. ജിറാഫ് അങ്ങനെ പറഞ്ഞു. ജിറാഫ് എന്ന് പറഞ്ഞ ഇതെന്താണ്? ഹെൻ. വെരി ഗുഡ്. ഇതെന്താണ്? എലിഫന്റ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതും കോവാണോ? എല്ലാം ഒരേ സൗണ്ടാണ്. എലിഫന്റും പൂച്ച എല്ലാം ഒരേ സൗണ്ട്. ഇതെന്താ? വെരി ഗുഡ്. ഓക്കെ. ഇതെന്താണ്? ഡോങ്കി. ഓക്കെ. സ്കൂളിൽ പോണ്ടേ നമുക്ക്? സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോകുന്ന സമയത്ത് ആരെ കൊണ്ടുവിടും? സ്കൂളിലൊക്കെ പോകുമ്പോ ആരെ കൊണ്ടുവിടുക? പിന്നെ ഇതെന്താണ്? വെരി ഗുഡ്. ഓക്കെ. ഇതെന്താണ്? ശരിക്കും ഓൾമോസ്റ്റ് എല്ലാ പക്ഷികളുടെ എല്ലാം പറയും അല്ലേ? ഓക്കെ. നമ്മൾ നേരത്തെ എടുത്തില്ലേ അത്? ഇതെന്താ? എപ്പോ ഒന്നുകൂടി പറഞ്ഞത്? ലയൺ. ഓക്കെ. ഇതിലേ മൊബൈൽ ഫോൺ കാണാറില്ലല്ലോ? മൊബൈൽ ഫോൺ നോക്കരുത് കേട്ടോ. മൊബൈൽ ഫോൺ നോക്ക. ഇതിൽ ചാർജർ ഏതാ? മൊബൈൽ ഫോണിന്റെ ചാർജർ ഇതാണോ? ഇതാണോ? ഇതെന്താ? ഇന്ത്യൻ. ഇതിൽ ചാർജർ ഏതാ? ഓണാവണ്ട. ഇപ്പൊ ഓണാക്കരുതേ. ഇപ്പൊ ഓണാക്കരുത്. ഇതിൽ ചാർജർ ഏതാ കാണിച്ചേ? ഇതാണോ? ഇതാണോ ചാർജർ? ഇതാണോ?
ഓ ഇതാണോ ചാർജർ? ആ ഇതായിരുന്ന ചാർജർ ആയിരുന്ന അങ്കിളുടെ അല്ലേ? അല്ല റോണിയുടെ ആയിരുന്നാ? ഓനിയുടെ ഓ റോണിയുടെ ആണ് കേട്ടോ. ഇത് ഞാൻ കൊണ്ടുപോട്ടെ? ഇല്ല ചാർജർ ഇല്ല മോളൂ, ഉം, കൊണ്ടുപോട്ടെ? ഉം, ഏ ഉം. ഈ മത്സരത്തിലൊന്നും അങ്ങനെ ഒന്നും പങ്കെടുത്തിട്ടൊന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല. അല്ല മത്സരിക്കാൻ എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ഉം, ഉം. ഞാൻ ചെയ്യില്ല. ഒന്നും പക്ഷെ ഇത്രയും കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒന്ന് ഒതുങ്ങി പോയത് എന്താണ്? നമ്മളത് ഇപ്പൊ ഒരുപാട് സാധ്യതകളില്ലേ? ഉണ്ട്, പക്ഷേ ഒരുപാട്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. കാരണം ഇവർക്ക് ഇപ്പൊ കുറെ ആൾക്കാർ കാണിക്കുന്ന കണ്ടിട്ടാണ് ഞാനും പിന്നെ അങ്ങനെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചത്. ആഹാ. പക്ഷെ ഇതിന് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ അറിയാത്തത് ശരിക്കും ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനലാണ്. എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, സാധ്യതകളുണ്ട് ഒരുപാട്. കുട്ടീനെ ഇപ്പോൾ നമ്മളെ ചാനലാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ചാനലിലൊക്കെ ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ഇത്രയും കഴിവ് 2 വയസ്സുള്ളൊരു കുട്ടി ഇത്രയും പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. ശരിക്കും നടക്കാൻ തന്നെ പഠിക്കുന്ന ഒരു പ്രായമാണ് ഇപ്പോൾ. ആ നടക്കാൻ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ ഇത്രയും സാധനങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയാന്ന് വെച്ചാൽ ഇതിലേ നമുക്ക് മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നല്ല പാട്ടൊക്കെ പാടിയിട്ട് സമ്മാനമൊക്കെ കിട്ടണ്ടേ? കനിമോള് സമ്മാനമൊക്കെ കിട്ടണ്ടേ? ആ ഇതിലേ എന്തോ ഇതിൽ കനിമോള് ഇതിലൊക്കെ പങ്കെടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താ? ഇതിൽ സമ്മാനം ഏതാ? ഒരു ഗിഫ്റ്റ് എന്താണ് സമ്മാനം? ഇതിലേതാ? ആ ഇതിലേതാണ്? അതല്ല ഇതിൽ ഇവിടെ നോക്ക്, ഇവിടെ 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 അത് AC ആണ്. തണുക്കുന്നുണ്ടോ? ഓ ഓഫ് ചെയ്യണോ? AC ഓഫ് ചെയ്യണോ? ഓ വേണ്ടെന്ന്. വേണ്ട വേണ്ട വേണ്ട. ഇതിൽ ഏതാ മത്സരിച്ച് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ സമ്മാനമായിട്ട് കിട്ടുന്ന ഏതാണ്? സമ്മാനം കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ ഏത് കിട്ടും? ഇതില് ഏത് കിട്ടും നോക്കിയാ? ഇതിലേതാ കിട്ടുക? ഇതിലേതാ കിട്ടുക? ഇത് ഇത് ഇതില് അറിഞ്ഞു ഇത് ഞാൻ തരട്ടെ? ഇതെന്ന് പറഞ്ഞോട്ടെ. ട്രോഫി ട്രോഫി മേടിക്കണ്ടേ? ഉം. ആരാ ട്രോഫി? Thank ഇത് you പറഞ്ഞേ. ആർക്കും കൊടുക്കരുത് കേട്ടോ. Thank you പറഞ്ഞേ. തന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ട്രോഫി തന്നില്ല ഞങ്ങള്, അപ്പൊ എന്ത് പറയും? വെൽക്കം താങ്ക് യു വെൽക്കം. താങ്ക് യു. വെൽക്കം വെൽക്കം. ഇതെന്താ? ഇത് ഹിന്ദി ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയുടെ കൂടി. മുഖ്യമന്ത്രി പേര് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേര് പറ. മുഖ്യമന്ത്രി പേരാണ് ബിരിയാണി വിജയൻ. ഈടാ. ഒന്നുകൂടി പേര് പറഞ്ഞേ. ബിരിയാണി വിജയൻ. മുഖ്യമന്ത്രിന്റെ വീടിനടുത്ത് തങ്ങളുടെ വീട്. കള്ളം പറയല്ലേ. സത്യമായിട്ട് മുഖ്യമന്ത്രി എവിടുത്തുകാരനാണെന്ന് അറിയാവോ? എവിടെയാ? മുഖ്യമന്ത്രി പേരാണ് ബിരിയാണി വിജയൻ. മുഖ്യമന്ത്രിയുടെ പേര് ബിരിയാണി വിജയൻ. മുഖ്യമന്ത്രി വിജയൻ സാർ കണ്ണൂരാണ്. കണ്ണൂര് കേട്ടോ. കണ്ണൂര് പിണറായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ബിരിയാണി അല്ല, പിണറായി. പറഞ്ഞേ. ബിരിയാണി ബിരിയാണി പോയിപ്പോ ബിരിയാണിയായി. അത് രണ്ടും ഞാൻ പറഞ്ഞു. ജില്ലകളൊക്കെ പറയും. പറയും. ഏതൊക്കെ ജില്ലകളുണ്ട് നമ്മുടെ കേരളത്തിൽ? പറഞ്ഞു. തിരുവനന്തപുരം തിരുവനന്തപുരം. 2 തിരുവനന്തപുരം. പറഞ്ഞു പറഞ്ഞു. വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം. തിരുവനന്തപുരം ആ. കൊല്ലം ഉം. പത്തനംതിട്ട ആ. ആലപ്പുഴ ആ കോട്ടയം ആ. ഇടുക്കി ആ. എറണാകുളം ഉം. തൃശ്ശൂർ ഉം. പാലക്കാട് ആഹാ. മലപ്പുറം ആ. കോഴിക്കോട് ആ. വയനാട് ആ. കണ്ണൂർ കാസർഗോഡ്. വെരി ഗുഡ്. ഈ ജില്ലയില് പിണറായി വിജയൻ എവിടെയാ? ഏത് ജില്ലയിലാ? ബിരിയാണി ഒരു ബിരിയാണി കഴിക്കില്ല. ബിരിയാണി ഒന്നും കഴിക്കില്ല. ഭക്ഷണം കഴിക്കുന്ന കുറവാണോ ആള്? അല്ല ഭക്ഷണം കഴിക്കും. അവള് ഹോട്ടൽ ഫുഡ് കഴിക്കത്തില്ല. കേക്ക് ബേക്കറി ഐറ്റംസ് കഴിക്കും. ചോറ്, മീന്, അവിയല്, സാമ്പാർ. മീൻ നമ്മുടെ ഈ ചെറിയ മത്തി അങ്ങനെ അല്ല മീൻ കഴിക്കും. അത് വലിയ മീൻ കഴിക്കും. ചൂര അങ്ങനെയുള്ളത് ഓ കഴിക്കും. ടോപ്പ് സംഭവം. പിന്നെ കറുത്ത കഷ്ണം കഴിക്കത്തില്ല. ഇല്ല. അങ്ങനെയൊന്നും കഴിക്കത്തില്ല. അത് നമ്മൾ എങ്ങനെ കൊടുത്താലും തുപ്പിക്കളയും. ഇപ്പൊ ഈ ഉറങ്ങുന്ന സമയമൊക്കെ എങ്ങനെയാ ആള്? 9, 9 ൽ 10 കറക്റ്റ് സമയം ഉറക്കും. ഉറങ്ങും. ആ രാവിലെ ഉറക്കം ഞാൻ. അല്ലെങ്കിൽ ശരിയാ. പിന്നെ 2 മണിയാവും. 2 മണിയാവും. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് 7-8 മണിക്കാകും വരുന്നത്. 8, 8:30. അതെ അല്ലേ? ആ ശരി ശരി ശരി. പിന്നെ എണീറ്റ ഉടനെ കഴിക്കും. കഴിച്ച ഉടനെ വീണ്ടും ഇത് TV ഇട്ട് കൊടുക്കണം. പഠിപ്പിക്കുന്നില്ലല്ലോ, ഇങ്ങനെ വിഷ്വൽ ഇട്ട് കൊടുക്കും ശരി ശരി. ടിവിയില്. ഇതെന്താ? തൊപ്പി. തൊപ്പിയാണോ? ഓ ഇത് നല്ല തൊപ്പിയാണല്ലോ. അങ്കിൾ കൊണ്ട് പോട്ടെ? ഇല്ല തരില്ല. ഇത് ആർക്ക് കൊടുക്കണം? പിന്നെ
കാണുന്നത് ഇത് കരീൻ്റെ ആണോ ഇത്? ഓ ഓ അടിപൊളി. ശരി, ഇതെന്താ? ഇത് പേന പേന. അതെങ്ങനെയാ ഉപയോഗിക്കുന്നത് പേന? തേങ്ങ ഇങ്ങനെ ഇങ്ങനെയാണോ ഉപയോഗിക്കുക? എന്നിട്ട് എഴുതണം അല്ലേ? ആ. ആ സൂപ്പർ കേട്ടോ, അടിപൊളി. ശരിക്കെന്നെ സൂപ്പർ. കഴിഞ്ഞില്ല കേട്ടോ. ആളുടെ ഒരു വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് സമയം, അത്രയും സമയം പറയാനുള്ളതാണ്. വെള്ളം കുടിക്കണോ നമുക്ക്? വെള്ളം വേണോ? ഇതെന്താ ഇത്? ഇത് കുപ്പി. ഇത് കുപ്പിയാണോ? ഓ ഇത് കുപ്പിയാണോ? ഇതിലെന്താ? ഇതിന്റെ ഉള്ളിൽ എന്താ? ആ ഇതെന്താ? ഇതിന്റെ ഉള്ളിൽ എന്താ? കുപ്പിയുടെ ഉള്ളിൽ എന്താ? ഇത് നല്ല കുപ്പി. നല്ല കുപ്പിയാണോ? ഇത് കനിമൂക്ക് വേണോ? ഓ കൊണ്ടുപോക്കോ. എന്നാ ഇത് ഇവിടുത്തെ കുപ്പിയാട്ടാ, കൊണ്ടുപോക്കോട്ടോ. തുറക്കാൻ പറ്റില്ല, ടൈറ്റാ. പോവാൻ നേരത്ത് തരാം അങ്കിള്. ഇത് മാത്രമല്ല, ആളുടെ പിരമിഡിന്റെ എന്തോ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടാക്കുന്നതാണോ? ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ, മോൾട്ടി വാ. ഇത് ഉണ്ടാക്കിയേ, പിരമിഡ് ഉണ്ടാക്കിയേ. വാ ഓരോന്നായിട്ട്. ഓക്കെ ഓക്കെ. ആള് ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. 2 വയസ്സുള്ളൊരു കുട്ടി ഇത്രയും ഇത്രയും സംഭവങ്ങളൊക്കെ കാണുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. ആള് റെഡിയായോ? എന്താടാ റെഡി ആയല്ലോ ആള്. ഓക്കെ, വെച്ചേ നോക്കട്ടെ. ആ ഇങ്ങനെ വെക്കാം നമ്മള്. വെച്ചോ 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 വെച്ചോ. എടുത്തരാം കുറച്ച് സ്ഥലം തരാം. മിക്സ് ആയി പോയതല്ലേ? ശരി. ഓക്കെ ചെയ്തു. തുള്ളിച്ചടി ചെയ്. അയ്യോ പേടിക്കണ്ട, അത് പൊട്ടിവില്ല. അതാ ഇത് ഇവിടെ വെച്ചുതരാം. പിന്നെ ഫുള്ള് വെച്ചേ. ഇത് ഒരുപാട് പേര് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. പക്ഷെ മെല്ലെ സാവധാനം ഹൈറ്റ് പ്രശ്നം വരും അല്ലേ? വെച്ചോ. മെല്ലെ പറ്റുന്നത്ര വെച്ചോ. ഇത് വെച്ചേ. കുഴപ്പമില്ല. ശരി, നമ്മുടെ ഈ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം ആള് പിരമിഡ് ഉണ്ടാക്കും. പിന്നെ എന്തൊക്കെയാണ് എക്സ്ട്രാ? മീൻസ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ പാട്ട് പിന്നെ പ്ലാൻസ് പറയും, സ്റ്റേറ്റ് പറയും, പിന്നെ അത് കഴിഞ്ഞൊരു കോണ്ടൻസ് പറയും. സ്റ്റേറ്റ് ഏതൊക്കെയാ? സ്റ്റേറ്റ് പറഞ്ഞെടുത്തേ. ആസാം, ബീഹാർ, ശശികണ്ഠ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ജമ്മു കാശ്മീർ. ഇത് ഒരു പാട്ടിന്റെ പാട്ടായിട്ട് ഉറക്കുമ്പോ ഈ പാട്ടായിട്ട് പാടിക്കൊടുക്കും ഈ പേരുകളൊക്കെ. ഇംഗ്ലീഷ് മന്ത്സ് ഒന്ന് പറഞ്ഞേ, ഇംഗ്ലീഷ് മാസങ്ങൾ ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി ചിങ്ങം തൊട്ട് പറഞ്ഞേ, മലയാള മാസം. ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇടവം, മിഥുന, കർക്കിടകം. ഇത് ഏത് മാസാ? ചിങ്ങം. ഇത് ചിങ്ങമായോ? ചിങ്ങത്തിൽ ഏതാഘോഷ? തുല.
ഇത് കർക്കിടക മാസം മഴയുണ്ടോ അവിടെ നാട്ടില്? ആനയുണ്ട്. മഴയുണ്ടോ? മഴയും പിന്നെ മഴയും ഇടിയും ഇന്നലെ കാറ്റും എല്ലാം ഉണ്ട്. കാറ്റുണ്ടോ? ഓ. മഴ ഇഷ്ടമാണോ നമുക്ക്? ഓ ഏ ഓ ഓ ഓ ആ ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ പറഞ്ഞൊരു പോയിന്റ്, ആള് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് പ്രധാനമാണ്. കുട്ടികൾ ചിലപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഈ ചിലപ്പോഴെങ്കിലും ഈ അച്ഛനമ്മമാർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം എന്ന് നമ്മൾ ചിന്തിക്കും ചില അച്ഛനമ്മമാർ. അപ്പോൾ ഉറക്കാൻ വേണ്ടി വെറുതെ അങ്ങ് മൊബൈൽ ഫോൺ കൊടുക്കും. ഈ മൊബൈൽ ഫോൺ അഡിക്റ്റഡ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ. അപ്പോൾ മോൾക്ക് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വസ്തുക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച്, ജില്ലകളെക്കുറിച്ച്, അതൊക്കെ ഒരു സംഗീതത്തിൽ എല്ലാത്തിലും ഒരു സംഗീതം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊരു പാട്ടിൻ്റെ രൂപത്തിൽ പാടിക്കൊടുക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകൾ 1-2 പ്രാവശ്യം. ചിലപ്പോൾ ഇതുപോലുള്ള കഴിവ് ചിലപ്പോൾ നമ്മൾ ഓരോ മക്കളിൽ ഉണ്ടാവാതിരിക്കാം, പറയാൻ പറ്റില്ല. കാരണം അത് ഏത് രീതിയിലുള്ളൊരു കഴിവാണെന്നുള്ളത്, ആ മക്കൾക്ക് ഏത് രീതിയിലുള്ളൊരു കഴിവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ പോകും. അവർ മൊബൈൽ ഫോൺ കൊടുക്കും, മൊബൈൽ ഫോൺ കണ്ട് അതിലങ്ങനെ കിടന്നുറങ്ങും. അത് തന്നെയായിരിക്കും പിന്നീട് ഇപ്പോഴുള്ള പ്രശ്നം. ഈ മൊബൈൽ ഫോൺ കണ്ടിട്ട് രാത്രി കുട്ടികൾ പേടിച്ചെഴുന്നേൽക്കുക, അങ്ങനെ ഒച്ചയുണ്ടാക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ടിപ്പാണ് ആൾ പറഞ്ഞത് കേട്ടോ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ്. അത് രാത്രി കിടക്കാൻ നേരത്ത് കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ എന്താ പറയുക, ആ ഓർമ്മ എപ്പോഴും അവർക്ക് നിലനിൽക്കുകയും ചെയ്യും, ഉറങ്ങുകയും ചെയ്യും പെട്ടെന്ന്. അല്ലാതെ ഫ്രഷ് ആയിട്ട് പറഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് കേൾച്ചിട്ട് ഞാൻ ഈ ഫ്രൂട്ട്സിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ നാളെ ആകുമ്പോൾ ആ പറഞ്ഞത് ചിലപ്പോൾ മറന്നുപോകും. അതേസമയത്ത് സ്റ്റേറ്റ് മറന്നിട്ടില്ല അല്ലേ? വെരി ഗുഡ്. ഓക്കെ. 9 മാസം ആയപ്പോൾ തന്നെ ജില്ലയെല്ലാം പഠിച്ചു. കാരണം അന്നേരം ഞാൻ ഉറക്കിയപ്പോൾ പാടിയതാണ്. പക്ഷേ ഫസ്റ്റ് ഒരു ചിത്ര ചേച്ചിയുടെ പാട്ടിലാണ് തുടങ്ങിയത്. ആ പാട്ട് പാടി ഇങ്ങനെ ചുമ്മാ പാടി കൊടുത്തപ്പോഴാണ് ആ പാട്ട് തുടങ്ങിയത്. ആണോ? കനിമോളെ ഒരു പാട്ട് കൂടെ പാടിത്തരുമോ? ഏത് പാട്ടാ പാടുക? ജോണി നേരത്തെ പാടിയില്ലേ? ഇനി ഏത് പാട്ട് പാടി? ഇവിടെ വന്ന് പാടി. ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നേ. അവിടെ ഇല്ല, ഇവിടെ ഇരിക്കുന്ന പറയുന്ന കേട്ടോ. ഏത് പാട്ടാ പാടുക? ഇനി ഏത് പാട്ട് പാടും മോള്? ആ പാട്ട് പാടിക്കൂടെ? തൊപ്പിയിലുണ്ടോ? ശരി ശരി. പാട് പിന്നെ. സൂപ്പർ കേട്ടോ. ഇനി ഒരുപാട് പ്രൊഡക്റ്റിലൊക്കെ പഠിക്കണം. നമ്മുടെ നെടുമങ്ങാടിന്റെ ആ ഒരു പേര്, തിരുവനന്തപുരം ജില്ലയുടെ പേര് അങ്ങനെ വാനോളം, കനിമോളുടെ പേരിൽ അങ്ങനെ എല്ലാവരും കേൾക്കണം കേട്ടോ. ഉറപ്പാണോ? നന്നായിട്ട് പഠിക്കും വേണം കേട്ടോ. പഠിച്ചിട്ട് എന്താവാൻ ആഗ്രഹം? ചുമ്മേ നോക്കട്ടെ. പോലീസ് എങ്ങനെ സല്യൂട്ട് ചെയ്യാ? ഇങ്ങനെയാണോ സല്യൂട്ട് ചെയ്യാ? പോലീസ് ആയി കഴിഞ്ഞാല് അങ്കിളിനെ പിടിച്ച് ജയിലിലിടുവോ? ഇങ്ങനെയൊക്കെയുണ്ടോ? ഇങ്ങനെയൊക്കെയുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. ശരി. അപ്പോൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ആള് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്മിക ഘോഷ് എന്ന് പറയുന്ന ഈ കുഞ്ഞു വാവ കനിമോള് നമുക്കുള്ള ഒരു സൗകര്യം വെച്ചിട്ട് ഇത്രയും മാത്രമല്ല, ഇതിനേക്കാൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഓരോ വസ്തുക്കളെ കുറിച്ചൊക്കെ എന്താ പറയുക, പറയാനും അത് ഓർമ്മയിൽ നിർത്താനുള്ള ഒരു വലിയൊരു ആഗ്രഹം. അത് ഓഫിയാണോ? ഓഫിയില്ല, എല്ലാവരും കേൾക്കണ്ടേ? ഇത് കനിമോളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത്. ശരി ശരി ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുട്ടി ഷോ എന്ന് പറയുന്ന നമ്മുടെ ചെറിയൊരു യാത്ര, ഇതുപോലുള്ള കുട്ടികളുടെ കഴിവുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഇതിലാണ്. ഇനി ഇതിലൊക്കെ പേര് വരണം. ഇനി ഇതിലുള്ള യാത്ര ഗിന്നസ് റെക്കോർഡ്, ഇങ്ങനെ ഇതിലൊക്കെ മുന്നോട്ട് പോകണം. അത് മാതാപിതാക്കളായ നിങ്ങളും പിന്നെ അതുപോലത്തെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ,
ഇങ്ങനെയുള്ള കുട്ടികളുടെ കഴിവുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ തന്നു കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വളർത്തും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിവുകളെ വളർത്താൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനക്കാർക്കില്ലാത്ത ഒരു കഴിവ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് അല്ലെങ്കിൽ മലയാളികൾക്കുണ്ട്. ഒരു കഴിവുള്ളൊരു വ്യക്തിയെ വാനോളം ഉയർത്തുവാനും അവരെ വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ മലയാളികളും ശ്രമിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ തീർച്ചയായിട്ടും ലോകം അറിയേണ്ടതാണ്. എന്നൊക്കെ നമുക്ക് നിർത്തണ്ടേ? നിർത്താം. വീട്ടിൽ പോവാണ് എന്നിട്ട് അല്ലെ ശംഖുമുഖത്തേക്കാണോ? ശംഖുമുഖത്ത് പോകും അല്ലേ? കൊട എടുത്തായിരുന്നോ? മഴ പെയ്യുന്നുണ്ട്. കൊട എടുത്തോ? ഇത് അങ്കിളുടെ അല്ലേ? ഇത് അങ്കിളുടെതാ. ഇതെനിക്ക് തന്നതാ. റോണി അല്ലേ? റോണിയുടെ കൂടെയാണോ ഇത്? എനിക്ക് വേണ്ട. റോണിയുടെ കൂടെ അവിടെ വെച്ചോ. ശരി, അപ്പൊ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഒരു ടാറ്റ പറഞ്ഞേ. അങ്ങോട്ട് ടാറ്റ പറഞ്ഞേ. ടാറ്റ. ഒരു മോർത്ത് ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. അങ്കിൾ ഇതാ ഒരു ഫ്ലൈങ് കിസ്. അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പോൾ കുട്ടി ഷോയുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. കുട്ടി ഷോ എന്ന് പറയുന്നത് കുട്ടികളുടെ കലാവാസനകളും സർഗവാസനകളും എല്ലാം ഇതുപോലുള്ള കഴിവുകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, നെടുമങ്ങാടുള്ള കരിമോളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. ആഗ്രഹങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ലോകം അറിയുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് മാതാപിതാക്കളും കുടുംബക്കാരൊക്കെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നാടിൻ്റെ ഒരു സപ്പോർട്ട്, നെടുമങ്ങാടും തിരുവനന്തപുരം ജില്ലയുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഉണ്ടാവണം. അങ്ങനെ വളർന്നു വരട്ടെ. ഇങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളൊക്കെ തീർച്ചയായിട്ടും വളരേണ്ടതാണ്. കുട്ടി ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കുട്ടിയായിട്ട് അവരുടെ കഴിവുകളായിട്ട് അവരുടെ സർഗവാസനകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.